സ്തോത്രം. എല്ലാവർക്കും, എന്നെ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഒരിക്കൽ കൂടെ ഒരു വീഡിയോ കൂടെ നിങ്ങളോട് ചെയ്യുവാൻ ദൈവം ഇന്ന് എനിക്കൊരവസരം കൂടെ തന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, പൗലോസ് തിരുവചനത്തിൽ പറയുന്നുണ്ട്, സുവിശേഷത്തിൻ്റെ നിർബന്ധം അത് എൻ്റെ മേൽ കിടക്കുന്നു, അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതേപോലെ തന്നെ സുവിശേഷം പറയാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാത്തവർക്ക് കർത്താവിനെ പറഞ്ഞു കൊടുക്കുവാൻ നാം എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അത് ഏത് വിധത്തിലും പറഞ്ഞു കൊടുക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുള്ള നിർബന്ധം എന്നിൽ ഉണ്ട്. ദൈവം എനിക്കത് തന്നിരിക്കുകയാണ്. ഞാൻ നിർബന്ധനാണ് കർത്താവിനെ അറിയാത്തവരോട് സുവിശേഷം അറിയിക്കുവാൻ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എല്ലാവരും അറിയണം. സത്യത്തിൽ എല്ലാവരും നിൽക്കണം. യഥാർത്ഥ സത്യ സുവിശേഷം ജനങ്ങൾ മനസ്സിലാക്കണം. ഈ ലോകത്തിൻ്റെ അല്ല, ആ ലോകത്തെ കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്ത ആ നാട്ടിലേക്ക് പോകുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായി ജീവിക്കുവാൻ നാം എല്ലാവർക്കും ഇടയാകേണ്ടതിന് ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ അത് ഏതു വിധത്തിലെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനാണ്. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ പലരോടും സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കർത്താവിനെ അറിയാത്തവരോടാണ് എനിക്ക് സുവിശേഷം പറയാനുള്ള താല്പര്യം. അവർ അറിയണം യേശു ക്രിസ്തു ആരാണെന്ന്. അറിഞ്ഞവരടുത്ത് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം അവർ അറിഞ്ഞിട്ടുണ്ട്. അറിയാത്തവരോട് സുവിശേഷം അറിയിക്കണം. അതാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ള ആ വെളിപ്പാട്. ഇതിൻ്റെ പുറകിൽ ഒരു മതത്തിൻ്റെയോ യാതിൻ്റെയൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിടെ ഭൂമിയിൽ മതം സ്ഥാപിക്കാൻ വന്നില്ല. അവൻ ഈ ഭൂമിയിൽ വന്നു, തൻ്റെ മക്കളെ തേടി വന്നു. എന്നുവെച്ചാൽ പ്രവാചകന്മാർ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു, സ്ത്രീയിൽ നിന്ന് ജനിക്കുമെന്നും അവൻ ബത്ലഹേമിൽ ജനിക്കുമെന്നും ഒക്കെ മീഖാ പ്രവചനത്തിലും അങ്ങനെയൊക്കെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിലുള്ള മനുഷ്യർ ചിന്തിച്ചിരുന്നു, കർത്താവായ യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു വലിയ കൊട്ടാരത്തിൽ ജനിക്കുമായിരിക്കുമെന്ന്. അവർ കൊട്ടാരത്തെയാണ് നോക്കിക്കൊണ്ട് നടന്നത്. എന്നാൽ കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കാൻ ഏറ്റവും താഴ്ന്ന, അതായത് ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിലേക്കാണ് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് ഇപ്രകാരം പറയുന്നു കൊരിന്ത്യർ ലേഖനത്തിൽ, ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണവൻ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. എന്നുവെച്ചാൽ വലിയ ജ്ഞാനികളെ വരെ ലജ്ജിപ്പിക്കുവാൻ തിരഞ്ഞെടുത്തത് ഏറ്റവും ഭോഷത്വമായ, ഒന്നുമില്ലാത്ത, മനുഷ്യൻ ചിന്തിക്കില്ല അത്രമാത്രം. അത് കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ അത് വ്യക്തമായി പറയുന്നു. കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എല്ലാവർക്കും അത് കാണുവാൻ സാധിക്കും. ദൈവജ്ഞാനികളെ ലക്ഷിപ്പിക്കുവാൻ തക്കവണ്ണം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് വലുതായിട്ട്, അതായത് മലയാളം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ചെറിയ തെറ്റുകൾ വരുന്നുണ്ട്. കാരണം ഞാൻ മലയാളം പഠിച്ചതല്ല, ഞാൻ പഠിച്ചത് തമിഴാണ്. എന്നാൽ മലയാളത്തിൽ
ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. മലയാളത്തിലാണ് കൂടുതലും സംസാരിച്ച് ഞാൻ ശീലിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മലയാളം നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ആരും തെറ്റായി ചിന്തിക്കരുത്, ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇതിൽ സംസാരത്തിൽ വരും, അത് ക്ഷമിക്കുക എന്നേ എനിക്ക് ആദ്യമായി പറയാനുള്ളൂ. അതോടുകൂടെ ഈ സുവിശേഷം ഈ സത്യമായ വചനമാണ്, കർത്താവിൻ്റെ ജീവനുള്ള വചനം, കർത്താവിൻ്റെ സത്യസുവിശേഷം എല്ലാവരോടും അറിയിക്കണം. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾക്ക് പരിചയമുള്ളവരടുത്ത്, നിങ്ങൾ അറിയുന്നവരടുത്തൊക്കെ പറയുക, ഈ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ കേൾക്കുന്നവർ, ഈ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്താൽ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ഏതു വിധേനെങ്കിലും സുവിശേഷം അറിയാത്തവരോട് അറിയിക്കുവാൻ നിങ്ങൾക്കത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്നതാണ് സത്യം, നിങ്ങൾ ബൈബിൾ വായിക്കുക. യഥാർത്ഥത്തിൽ ഇന്നാരും ബൈബിൾ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം അവർക്ക് സമയമില്ല. ഇന്ന് പിശാചി ലോകത്തിൽ മനുഷ്യനെ മൊബൈലിലും കമ്പ്യൂട്ടറിലുമൊക്കെ ഇങ്ങനെ തലകുനിച്ച് വെച്ചിരിക്കുകയാണ്. തലനൂത്ത് നോക്കാൻ വിടുന്നില്ല അവൻ. പല 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 കാര്യങ്ങൾ ഇന്ന് ജനങ്ങൾക്ക് അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതലും സുവിശേഷം ജനങ്ങളുടെ അടുക്കിലേക്ക് എത്തണമെങ്കിൽ നാം ഓരോരുത്തരും അതിന് വേണ്ടി തയ്യാറാകണം. നിങ്ങൾ പറഞ്ഞില്ല എങ്കിലും, നിങ്ങൾ മറ്റുള്ളവരടുത്ത് പറയാൻ പറ്റിയില്ല എങ്കിലും, ഈ സന്ദേശം, ഈ സുവിശേഷം നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ഷെയർ ചെയ്ത് വിടാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇത് വേറെ ആരുടെയും സുവിശേഷമല്ല. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച, സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും അധികാരമുള്ള, നിത്യജീവൻ തരുവാൻ അധികാരമുള്ള, പറുദീസയിൽ നമുക്ക് സ്വർഗത്തിൽ സ്ഥലമൊരുക്കുന്ന, ജീവവൃക്ഷത്തിൻ്റെ കനി ഭക്ഷിക്കുവാൻ തരുവാനിരിക്കുന്ന, ജീവപുസ്തകത്തിൽ പേരെഴുതി ചേർക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. ഞാൻ പറഞ്ഞു, ദൈവം ജ്ഞാനികളെ ലക്ഷിപ്പിക്കുവാൻ പോഷത്വമായത് തിരഞ്ഞെടുത്തുവെന്നു. വേറൊരു ഭാഗത്ത് കർത്താവ് പറയുകയാണ്, ഈ ജനം കുറച്ചപ്പുറം കുറച്ചിപ്പുറം എന്ന് വെച്ചാൽ കുറച്ചവിടെ കുറച്ചിവിടെ, പകലിൽ ദൈവത്തെ അന്വേഷിക്കും, രാത്രിയിൽ ഭൂതത്തെ അന്വേഷിക്കും. ഇന്ന് ഒരുപാട് വിശ്വാസികൾ ഇതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നു. പലരെയും എനിക്കും അറിയാം. പകലിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധനയ്ക്ക് പോകുന്നു, എല്ലാം ചെയ്യുന്നു. രാത്രി 11 മണി 12 മണിയാകുമ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, വെളിച്ചപ്പാടൻ്റെ അടുക്കൽ പോകുന്നുണ്ട്. 2 സ്ഥലത്തിൽ കാല് വെച്ച് ജീവിക്കുന്ന ഒരു അനുഭവം മനുഷ്യൻ്റെ ജീവിതത്തിൽ സാത്താനിങ്ങനെ കൊണ്ടുവരികയാണ്. അവൻ എങ്ങനെയെങ്കിലും അവൻ പോകുന്ന വഴിയിൽ നിന്ന് അവനെ തെറ്റിക്കുക, കള്ള വെളിച്ചപ്പാട് പറഞ്ഞ്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പനിയോ ഒരു തലവേദനയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവൻ വെളിച്ചപ്പാടം പറയും, നിൻ്റെ അയൽവാസിയാണ് നിനക്ക് സൂത്രം ചെയ്തത്, അതുകൊണ്ട് നീ ഈ ഹോമം ചെയ്യണം, ആ ഹോമം ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഇവൻ്റെ തലയരാത്ത് ഉള്ള എല്ലാത്തിനെയും, ദൈവികമായിട്ടുള്ള എല്ലാത്തിനെയും എടുത്തു മാറ്റി കളിമണ്ണ് അതിൻ്റെ അകത്ത് കയറ്റി, പിന്നെ അവൻ പറയുന്നത് പോലെ ഇവർ ആടും. ദൈവിക ജീവിതം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പിന്നും അവർ ദൈവസന്നിധിയിലേക്ക് വരും, മുട്ടുകൂടെ പ്രാർത്ഥിക്കും. അവിടെ ദൈവത്തിന് ഇവരോട് ഇടപെടുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരുപാട് ജനമാണ് ഇന്ന് ഈ സുവിശേഷമെല്ലാം ഇന്ന് കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനം. മോശെ മരുഭൂമിയിൽ ജനത്തെ വിടുവിച്ച് കൊണ്ടുവരുന്ന സമയത്ത് 40 വർഷകാലം സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ മന്ന കൊടുത്തു, അത്ഭുതങ്ങളെ ചെയ്തു, അടയാളങ്ങളെ ചെയ്തു. അവരുടെ ജീവിതത്തിൽ അവർ അധ്വാനിക്കാതെ തന്നെ അവർക്ക് ഈ ഭക്ഷണം കൊടുത്തു, കാടപക്ഷികളെ കൊടുത്തു. 40 വർഷകാലം. എന്തുകൊണ്ട് 40 വർഷകാലം എടുത്തെന്ന് അറിയാമോ? അവർക്കൊരു പറഞ്ഞ കാനാനിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയാതെ വന്നതും ഇവർ അടിക്കടി ദൈവത്തെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. പ്രവാചകനെ കുറച്ചു നേരം കണ്ടില്ല, മോശയെ കുറച്ചു നേരം കണ്ടില്ല, ഉടനെ അവർ കാളയെ ഉണ്ടാക്കി. ഇതാണ് നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്നും പറഞ്ഞുകൊണ്ട്
ആ കാളയെ നമസ്കരിക്കാൻ വേണ്ടി ഇവർ തയ്യാറായി. അതിനുശേഷം പല പ്രാവശ്യം ഇവർ ദൈവത്തെ വിട്ട് വിലകി. ഇത്രയും അത്ഭുതങ്ങൾ കണ്ടിട്ടും ജീവിതത്തിൽ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത ദൈവത്തെ മറന്ന് ഇവർ ഈ ഭൂമിയിൽ ഈ ഭൂതങ്ങളുടെ പുറകെ, ദുഷ്ടാത്മാക്കളുടെ പുറകെ ഇവർ പോകാൻ തുടങ്ങി. കാരണം താൽക്കാലികമായ ഒരു സന്തോഷം, താൽക്കാലികമായ ഒരു സുഖം കിട്ടും എന്നുള്ള പ്രത്യാശയോടുകൂടെയാണ് ഈ ദുഷ്ടാത്മാക്കളെയും ഭൂതങ്ങളെയും തേടി ജനം പോകുന്നത്. ചിലർ പറയും, നീ അവിടെ ആ പള്ളിയിൽ പോയി തിരിയും കൊളുത്തി മാലയിട്ടാൽ നിനക്ക് വിടുതൽ കിട്ടും. ചിലർ പറയും, നീ ഇന്നടത്ത് പോയി ആ മലയിൽ കയറി അവിടെ നീ നേർന്ന് ഉരുണ്ടാൽ നിനക്ക് വിടുതൽ കിട്ടും. ഈ വിശ്വാസികൾ തന്നെ ഇതെല്ലാം വിട്ടിട്ട് അതിൻ്റെ പുറകെ പോവും. കാരണം നമ്മളെ വീണ്ടെടുത്ത നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വാസമില്ല. അവൻ നോക്കിയാണ്, ഇവർ വിശ്വാസത്തോടെ നിൽക്കുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ താമസിപ്പിക്കുന്നത്. എന്നാൽ അത് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവർക്ക് ഉടനെ എല്ലാം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെന്നിട്ട് അകപ്പെടുന്നത് സാത്താൻ്റെ കെണിയിലാണ്. ഇങ്ങനെ ഒരുപാട് വിശ്വാസ കുടുംബങ്ങൾ ഇന്ന് യഥാർത്ഥ ദൈവിക അനുഭവം അനുഭവിക്കാൻ പറ്റാതെ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ഭാഗത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കും, ഇത് വലിയ ഒരു പാസ്റ്ററൊന്നും അല്ലല്ലോ. കാരണം ഞാൻ പാസ്റ്ററായിട്ടൊന്നും പോകാൻ ആഗ്രഹിച്ചുവെന്നാൽ ദൈവം അതിനുള്ള അനുവാദം തന്നില്ല. എന്നാൽ സുവിശേഷം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നേ. അത് എവിടെ എനിക്ക് അവസരം കിട്ടുമോ അവിടെ ഒക്കെ ഞാൻ പറയും. അതെൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ വിധത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ലോകത്തിലുള്ള യൂട്യൂബ് നോക്കുന്ന സകല മക്കളിലേക്ക് ഇത് ചെല്ലും. ഇതിലേതെങ്കിലും ഒരാളെങ്കിലും സ്വർഗത്തിലേക്ക് പോകുമെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. ഞാൻ ജനിച്ചതിന്. അതുപോലെ ഓരോരുത്തർക്കും ഈ ഉത്തരവാദിത്തമുണ്ടെന്നുള്ള ബോധത്തോടു കൂടെ കേൾക്കുക. വീഡിയോ നിങ്ങൾ കുറച്ച് കേട്ടിട്ട് അങ്ങ് വിട്ടുകളയരുത്. ഞാനിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ ദൈവികമായ കാര്യങ്ങളാണ്. ചെയ്യാൻ പാടില്ലാത്തതുമുണ്ട്, ചെയ്യേണ്ടതുമുണ്ട്. അത് പൂർണ്ണമായി നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് അതിനുള്ള സമയം കണ്ടെത്തണം. ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. ദൈവം എനിക്ക് തന്ന വെളിപ്പാടനുസരിച്ചാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇല്ല, വലിയ പാസ്റ്റർമാർ പറഞ്ഞാലേ ഞാൻ കേൾക്കൂ, ഈ ലോകത്തിലുള്ള വലിയ വലിയ പാസ്റ്റർമാർ പറഞ്ഞാലേ കേൾക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇഷ്ടം, നിങ്ങൾക്ക് അവരെ വാക്കുകൾ ചെന്ന് കേൾക്കാം. കാരണം ഞാനീ പറഞ്ഞല്ലോ, കത്തോലിക്ക സഭയിൽ കരസ്മറ്റിക് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവിടെ പെന്തിക്കോസ് സഭയിലുള്ളവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തർക്കിക്കാൻ, എൻ്റെ അടുത്ത് തർക്കിച്ച് ഞാൻ അങ്ങനെ വിട്ടൊന്നും കൊടുക്കില്ല. കാരണം ഞാൻ പല പ്രാവശ്യം ബൈബിൾ വായിച്ചതുകൊണ്ട് ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ എടുത്ത് അവരെടുത്ത് തർക്കിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു അച്ഛൻ്റെ അടുത്ത് അവരുടെ ചോദിക്കുക, ഇങ്ങനെ നമുക്കിപ്പോൾ ചോദിക്കാമല്ലോ, നിങ്ങൾ അവരെ വാക്കൊന്നും കേൾക്കരുത്. അവർ കേട്ടാൽ നിങ്ങളെ ബന്ധുക്കോസിലേക്ക് ഇழுത്തുകൊണ്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ കേൾക്കരുത്. കാരണം സുവിശേഷം, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താമസിക്കില്ല. വേണ്ട, നിങ്ങൾ കേൾക്കണ്ട. അതൊന്നും നിങ്ങൾ കേൾക്കണ്ട. അവർ തെറ്റായി പഠിപ്പിക്കും. അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ. കാരണം സാത്താൻ അറിയാം, ബൈബിൾ ശരിക്കും വായിച്ചാൽ അവൻ എന്നെ വിട്ടു പോവും. കാരണം ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കാൻ വേണ്ടി നോക്കുന്ന ദൈവമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ സ്ഥാനം കൊടുക്കണം. ഞാൻ വന്ന് വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോട് അത്താഴം കഴിക്കും. വാതിൽ തുറന്ന് നാം കൊടുക്കാൻ തയ്യാറാവണം. അപ്പോൾ കൊടുക്കാൻ തയ്യാറാവാത്തത് എന്താണ്? ഇവൻ വിടൂല. അപ്പോൾ അതൊന്നും കേൾക്കാൻ പാടില്ല. അവർ പറയുന്ന അതൊന്നും കേൾക്കരുത്.
കാരണം വചനം അവരെ കയ്യിലിരിക്കുന്നത് അത് അത് പ്രൊട്ടക്ഷൻ ബൈബിളാണ്. എന്ന് വെച്ചാൽ അവരൊക്കെ എല്ലാം എടുത്ത് തള്ളേണ്ടത് തള്ളിയിട്ട് എടുത്ത് കയ്യിൽ കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ അവർ പറയുകയാണ് എല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് തള്ളാൻ ഇതിൽ നിന്ന് തിരുത്താൻ ഇനി ഒന്നുമില്ല. ഈ വചനം കേൾക്കരുതെന്ന് പറയും. പിശാച് പറയുന്നതാണ്, വേറെ ആരും പറയുന്നതല്ല. പുരോഹിതന്മാരിൽ കൂടെ തന്നെ സാത്താൻ സംസാരിക്കുന്നതാണ്. നീ അത് കേൾക്കരുതേ, കേട്ടാൽ നിന്നെ അവർ വഴിതെറ്റിക്കും. ഇങ്ങനെയുള്ളവർ ഇവർ ചിന്തിക്കും, ശരിയാണ്, അവർ പറയുന്നത് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് വചനവും കേൾക്കില്ല, സുവിശേഷവും കേൾക്കില്ല. ഇവർ കുറേ അപ്പുറത്തും പോവും, കുറേ ഇപ്പുറത്തും പോവും. രണ്ടിടത്തും പോയിട്ട് ഒരിടത്തും ഒരു പിടിയും കിട്ടാതെ ലാസ്റ്റിൽ വന്ന് കുടിയിൽ വിളുകയും ചെയ്യും, ഇവൻ്റെ കെണിയിലകപ്പെടുകയും ചെയ്യും. പിന്നെ ഇവർ എന്ത് തന്നെ വിചാരിച്ചാലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെയാണെന്ന് ഒരുപാട് കുടുംബങ്ങളിൽ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടത്തിലോട് കർത്താവ് സംസാരിച്ച യെശയ്യാ പ്രവാചകനിൽ കൂടെ സംസാരിച്ച ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നത്. നിങ്ങൾ അത് വായിക്കുക, എടുത്ത് നോക്കുക, മൊത്തമായിട്ട് നിങ്ങൾ ധ്യാനിച്ച് വായിക്കണം. ഞാനിതിൽ നിന്ന് ഇപ്പോൾ സംസാരിക്കുന്നതിനൊരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്കെടുത്ത് കാണിച്ചു തരുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. അതിൽ ഇപ്രകാരം പറയുന്നു, നോക്കുക. ആകയാൽ അവർ ചെന്ന് പുറകോട്ട് വീണ് തകർന്ന് കുടുക്കിൽ അകപ്പെട്ട് പിടിക്കപ്പെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് ആയിരിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം ഇവർ കേൾക്കാതെ, ഇവർ അതും കേട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നവർ ഇത് ഉറച്ചു നിൽക്കാതെ അങ്ങ് ജീവിക്കുക. കാരണം നമുക്കൊന്നും അറിയാൻ പറ്റില്ല. കാരണം ഈ ജീവിതം അങ്ങനെയാണ് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. അവർക്കറിയാൻ പറ്റില്ല, നമ്മളറിയില്ല. എന്നാൽ നമ്മൾ ചെന്ന് കെണിയിലും കുടുക്കിലും അകപ്പെടുമ്പോഴാണ് അയ്യോ ഞാൻ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവർ അറിയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സുവിശേഷം കേൾക്കുന്ന, എൻ്റെ വായിൽ നിന്ന് ഈ സുവിശേഷം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കെണിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കണം. ഏകദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കണം, ഏകദൈവമായ കർത്താവിനെ മാത്രം വിശ്വസിക്കണം എന്ന് ഞാൻ ആദ്യമായിട്ട് തന്നെ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ വീണ്ടും ആ ഭാഗത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഈ ജനത്തിനോട് ഞാൻ സംസാരിക്കും. എങ്ങനെയെന്നറിയാമോ? വിക്കി സംസാരിക്കുന്ന അതരങ്ങളിൽ കൂടെ ഞാൻ അവരോട് സംസാരിക്കും. യെശയ്യാ പ്രവചകൻ്റെ പുസ്തകം 28-11 എടുത്ത് വായിക്കുക. വിക്കി സംസാരിക്കുന്ന അതരങ്ങൾ, അതിലൊരു വിക്കനാണ് ഞാനെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഞാനും വിക്കിയാണ് സംസാരിക്കുന്നത്. എനിക്ക് എന്താ പറയുക, ആ വലിയ വാക്കുജാതിക എന്ന് എന്ന് വെച്ചാൽ അങ്ങ് അടിച്ച് പൊളിച്ച് ഒക്കെ സംസാരിക്കുന്ന ആ ഒരു കൂട്ടത്തിലേക്കൊന്നും അത്രയ്ക്കൊന്നും എനിക്ക് പറ്റില്ല. സുവിശേഷം പറയുമ്പോൾ ആ രീതിയിലൊക്കെ ഞാൻ സുവിശേഷം പറയും, എന്നാൽ നമുക്കത് ശരിയാവില്ല. ഇനി അവസരം കിട്ടുമ്പോൾ ഞാനത് ചെയ്യുന്നതായിരിക്കും, അത് വേറെ. എന്നാൽ വിക്കി സംസാരിക്കുന്ന അതരങ്ങൾ, മോശെ വിക്കനായിരുന്നു, മോശെ കർത്താവ് തിരഞ്ഞെടുത്തു. ഇതുപോലെ ഓരോരുത്തരെ എന്നുവെച്ചാൽ ദൈവം സുവിശേഷം അറിയാൻ, ജ്ഞാനികളെ ലക്ഷിപ്പിക്കാൻ തക്കവണ്ണം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു ഭൂമിയിൽ. മനുഷ്യന് ചിന്തിക്കാൻ പറ്റൂല ആ രീതിയിൽ. ഇവൻ്റെ വാക്കാര് കേൾക്കണം, ഇവൻ പറയണത് വല്ല പൊട്ടത്തനം വിളിച്ച് പറയും. എന്നാൽ ദൈവത്തിൻ്റെ വചനമാണ് പ്രിയമുള്ളവരെ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്. അങ്ങനെ അവർ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ജപമാല നിർത്തി, ഇതൊക്കെ കഴിഞ്ഞു. അവസാനം ഞാൻ അന്ന് വരെ സ്നാനം എടുത്തിട്ടില്ല, വിശ്വാസ സ്നാനം. അങ്ങനെ സ്നാനത്തിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ നീങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ മസ്കറ്റിൽ തന്നെ ഗാലയിലൊരു പള്ളിയുണ്ട്, ബന്ദിഗോസ് പള്ളി. അവിടെ ചെന്നിട്ട്, ബന്ദിഗോസ് എന്ന് വെച്ചാൽ AG ചർച്ച്, അവിടെ ചെന്നിട്ട് അവിടെ തന്നെ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന ക്യാമ്പിലുണ്ട് സഹോദരന്മാർ, അവരെ കൂടെ ഞാൻ പോയി എനിക്ക് സ്നാനം എടുക്കണമെന്ന് പറഞ്ഞു. പോയ ഉടനെ പറഞ്ഞു എനിക്ക് സ്നാനം എടുക്കണം.
അപ്പോൾ അവരൊന്ന് ഇപ്പോൾ അല്ലേ വന്നത് പള്ളിയിൽ എന്ന് ഞാൻ പറഞ്ഞ് ഞാനിതൊക്കെ അറിയുന്നുണ്ട്, കർത്താവിൻ്റെ വചനമൊക്കെ ദൈവം എനിക്ക് ധാരാളമായി മനസ്സിലാക്കി തന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല, കർത്താവിനോട് ചേരുന്ന ആ ചടങ്ങിലേക്ക്, ആ ഇതിലേക്ക് ദൈവത്തോട് ചേരുവാനുള്ള ആ സ്നാനം ഞാൻ സ്വീകരിച്ചിട്ടില്ല. അത് നിർബന്ധമായി ബൈബിളിൽ പറയുന്ന കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് എടുക്കണം. അങ്ങനെ അവിടെ നിന്ന് ഞാൻ സ്നാനമെടുത്തു. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ പോയി. പല സ്ഥലങ്ങളിലൊക്കെ ഞാൻ സുവിശേഷം പറയാൻ പോയിട്ടുണ്ട്, ക്യാമ്പുകളിലും അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലത്തിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഈ ജപമാല ഉണ്ടായിരുന്നു. ഈ ജപമാല ഞാൻ നാട്ടിൽ വന്നപ്പോൾ തന്നെ, നാട്ടിൽ വെച്ച് തന്നെ കൊണ്ട് ഞാൻ അടുപ്പിലെറിഞ്ഞു, അതിനെ ചുട്ടുകളഞ്ഞു. എന്നുവെച്ചാൽ ആരുടെ കയ്യിലും ഇത് വേണ്ട എന്ന് വിളിച്ചു. പക്ഷെ ഇതൊക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നും. കാരണം ഇവർ അറിയുന്നില്ലല്ലോ, ദൈവമേ ഇവർ അറിയുന്നില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തരുടെ ചിന്താഗതി, അവരുടെ വിചാരങ്ങൾ പിശാചിങ്ങനെ അടിമപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അവരുടെ ഉള്ളത്തെ അവൻ വശീകരിച്ച് വച്ചിരിക്കുകയാണ്. കാരണം ഇത് ആഭിചാരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇവർ അറിയുന്നില്ല, ഇതിന് സാത്താൻ ഇവരെ കൊണ്ട് ആഭിചാരം ചെയ്യിക്കുകയാണെന്ന് ഇവർ അറിയുന്നില്ല, ഇത് ചെയ്യുന്നവർ അറിയുന്നില്ല. കാരണം എൻ്റെ അപ്പൂപ്പൻ ഈ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഇവരെ വിളിച്ച് വച്ചുകൊണ്ടാണ് ഈ ആഭിചാരം ചെയ്യുന്നതെന്ന് എന്നെ ചെറുപ്പത്തിലേ ദൈവം പഠിപ്പിച്ചതാണ്. എന്നാൽ വീണ്ടും ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ അപ്പൂപ്പനോട് ഞാൻ ചോദിച്ചു, അപ്പൂപ്പ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നല്ലോ, അപ്പൂപ്പൻ്റെ കാലത്തിന് ശേഷം ആ ആഭിചാരം എന്നെ പഠിപ്പിക്കണം. കാരണം എനിക്ക് അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സാർ എന്നെ ഒരുപാട് അടിക്കും. ഞാൻ കൂടുതലും പഠിക്കാനുള്ള മിടുക്കനല്ലല്ലോ, എന്തെങ്കിലും കളിച്ച് പഴക്കി എടുത്തിട്ട് ചുമ്മാ സ്കൂളിൽ പോകണതാണ്. അപ്പോൾ സാർ എന്നെ അടിക്കും. അപ്പോൾ അടിക്കുന്നത് കൊണ്ട് എനിക്ക് സാറിനിട്ട് കൂടോത്രം ചെയ്യണം, അതാണ് എൻ്റെ ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പ എനിക്ക് അപ്പൂൻ്റെ പിൻഗാമിയായിട്ട് എന്നെ ഒന്ന് പഠിപ്പിക്കണം. കുറച്ചൊക്കെ ഇങ്ങനെ പറയണത് എപ്പോഴും ഞാൻ കേട്ടിരിക്കുകയല്ലേ, അപ്പോൾ എന്നാലും ഒന്ന്. അപ്പോൾ അങ്ങനെ ആദ്യം തുടങ്ങുന്ന ഭാഗം ഇങ്ങനെ ഹരിവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മണ്ണുവിട്ട് മനവിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങൾ കുറേ അങ്ങ് പറഞ്ഞു തന്നു. പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ്, മക്കളെ ഇത് എന്നോട് പോട്ട്, നിനക്ക് വേണ്ട, ഇതിനി ആർക്കും വേണ്ട. ചൂണ്ടി നിർത്തുന്ന വർമ്മം പഠിച്ച ആഭിചാരം ചെയ്യുന്ന ഒരു വ്യക്തിയെ വായ കെട്ടിയാന്ന് ദൈവം. അഥവാ ഞാൻ ഈ ആഭിചാരമോ മന്ത്രമാതോ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വഴിക്ക് ഞാൻ തിരിയാൻ സാധിക്കില്ല. കാരണം ഞാൻ ആ വഴിയിലേക്ക് അങ്ങ് പോവും. എന്നാൽ ദൈവം അന്ന് തന്നെ ആ ആഭിചാരം പഠിപ്പിക്കാൻ എൻ്റെ അപ്പൂപ്പൻ വായെടുത്തപ്പോൾ ആ വായെ ദൈവം അടച്ചു. അതെനിക്കിന്ന് ഗുണമായി. സ്തോത്രം. ആ ദൈവത്തെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുന്നതും സാക്ഷി പറയുന്നതും. അങ്ങനെ എന്നാൽ അതും തീർന്നില്ലല്ലോ, കുറച്ച് ഞാൻ പഠിച്ചല്ലോ. അതിനെ ഞാൻ ചെറിയ വേലത്തനങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. അത് ചെറുപ്പത്തിൽ എൻ്റെ അറിവില്ലായ്മ. അതേ ഇത് തന്നെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മരിച്ചവരോട്, മൗനതയിലായവരോടൊക്കെ പ്രാർത്ഥിക്കുന്നത്. അവർ ചിന്തിക്കുന്നു അവർ നമ്മളെ സഹായിക്കുമെന്ന്. ആര് സഹായിക്കാനാ? ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരാരും നമ്മളെ സഹായിക്കാൻ വരില്ല. നിങ്ങൾ തെറ്റായി ചെന്ന് സാത്താൻ്റെ കെണിയിൽ കുടുങ്ങി വീണു പോകരുത്, നശിക്കരുത്. ഇന്ന് ഒരുപാട് വിശ്വാസികൾ, ഞാൻ ഒരു ദിവസം ഒരു CSI സഭയിലുള്ള ഒരു സഹോദരൻ, ഒരു സെക്രട്ടറി, ഒരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ, ഞാൻ ആളെ വെളിപ്പെടുത്തുന്നില്ല, അയാളെ കഴുത്തിൽ ജപമാല കിടക്കുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, സാത്താൻ എവിടെയെല്ലാം കയറിപ്പറ്റാൻ തുടങ്ങി. ഇപ്പോൾ CSI സഭകളിൽ സാത്താൻ കുറേച്ച ഈ വിഗ്രഹാരാധനയെ കൊണ്ടുവരുന്നുണ്ട്. അവർ അറിയുന്നില്ല. ഈസ്റ്റർ, ക്രിസ്മസ് എന്ന സമയങ്ങളിൽ ഇപ്പോൾ വിഗ്രഹങ്ങളെ കുറേച്ച കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു സാത്താൻ്റെ ഭയങ്കര തന്ത്രമാണ്. ഈ സാത്താൻ്റെ തന്ത്രത്തിൽ നിന്ന്, ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നാം ദൈവത്തോട് നല്ലതോടെ പ്രാർത്ഥിക്കണം. അവൻ്റെ തന്ത്രത്തോട് ജയിച്ച് നമ്മൾ മുന്നേറി പോകണം. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ,
ഇന്ന് നിങ്ങളിത് ചെയ്യുമെങ്കിൽ നാളത്തെ തലമുറ അതിനെ സഭയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഇതിൽ CSI വിശ്വാസത്തിൽപ്പെട്ടവർ കേൾക്കുന്നുവെങ്കിൽ ചിന്തിക്കുക, അതിനെ വിലക്കുക. ആരും അതിന് അനുവാദം കൊടുക്കരുത്. പെന്തിക്കോസ്ത് വിശ്വാസത്തിൽപ്പെട്ടവർ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കുക. ദൈവത്തെ ആരാധിച്ചിട്ട് ലോകത്തിൽ കാണുന്ന ഈ അന്ധവിശ്വാസത്തിലേക്ക്, വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക്, ഈ ചത്തവരോട് പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടത്തിലേക്ക് നിങ്ങൾ ഒരു കാലത്തും പോകാൻ നിങ്ങളെ മനസ്സ് കൊടുക്കരുത്. മനസ്സ് നിങ്ങൾ തിരിയുമ്പോൾ തന്നെ സാത്താൻ നിങ്ങളെ ഹൃദയത്തെ വശീകരിച്ച് കഴിയും. മനസ്സ് നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ മതി. ഒരു സ്ത്രീയോ പുരുഷനോ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സ് നിങ്ങൾ കൊടുത്താൽ മതി. ഉടനെ സാത്താൻ നിങ്ങളെ വശീകരിച്ച് കഴിയും. നിങ്ങളവരുടെ കെണിയിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് വളരെ വളരെ പ്രാർത്ഥനയോടുകൂടെ വേണം ഈ വിശ്വാസ ജീവിതത്തെ പൂർത്തീകരിക്കുവാൻ. അതുപോലെ കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ടവർ മറ്റുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഞാൻ അറിഞ്ഞ കാര്യം, ബൈബിളിൽ ദൈവം പഠിപ്പിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അത് നിങ്ങൾ വേണമെങ്കിൽ ബൈബിളെടുത്ത് വായിക്കുക, പറഞ്ഞത് ശരിയാണോ എന്ന്. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം അത് ശരിയാണെന്ന് തോന്നിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെല്ലാം വിട്ടുപേക്ഷിച്ച് ഈ പുരോഹിതന്മാർ പറയുന്നതെല്ലാം മന്ത്രവാദ പ്രവർത്തനമാണ്, ആഭിചാരമാണെന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമെങ്കിൽ, മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഈ ലോകത്തിൽ ജീവിച്ചു പോയ ആരും നമ്മളെ സഹായിക്കില്ല, ദൈവത്തിന് അമ്മയില്ല, അമ്മയും അപ്പനും പിതാവായ ദൈവത്തിനില്ല, പിതാവ് ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള വിശ്വാസം നിങ്ങൾക്കെല്ലാവർക്കും വേണം. കന്യാമറിയത്തെ പലരും പറഞ്ഞു, നിന്റെ അമ്മ അതാ വിളിക്കുന്നെന്ന്. ആരാണെന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവരെയാണ് എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മയും എന്നൊക്കെ കർത്താവ് പറയുന്നത് കേൾക്കുവാൻ സാധിക്കും. കാരണം ഈ ഭൂമിയിൽ ജീവിച്ച ആരെയും നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. ഈ ഭൂമിയിൽ ജീവിച്ചു പോയ, അതായത് വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാർ എല്ലാവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. കാരണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് യഥാർത്ഥ സത്യം. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഈ തന്ത്രങ്ങളും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് സാത്താൻ, ഞാൻ ഇന്നലെ പറഞ്ഞു, ദൈവം എങ്ങനെ ഈ ലോകത്തിൽ രൂപപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരുമെന്ന്. അത് ഞാൻ നിങ്ങളോട് പറയും. അത് ഞാൻ പറയാതെ ഞാൻ പോവില്ല, പറയും. ഈ വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ യേശു ക്രിസ്തു ജന്മമെടുത്തു, ശരി തന്നെ. യേശുവിൻ്റെ അമ്മ തന്നെ അമ്മയായിട്ട് ഈ ഭൂമിയിൽ സമ്മതിച്ചു. യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷവും സഹോദരങ്ങൾ ജനിച്ചു. യാക്കോബ്, യോസെ, ഇങ്ങനെ സഹോദരങ്ങൾ ജനിച്ചു. 4, 5, 6 മക്കൾ ഉണ്ടായിരുന്നു. അതൊക്കെ ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, സഹോദരങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ കന്യത്വം നഷ്ടപ്പെട്ടു പോകും. പിന്നെ കന്യക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പഠിപ്പിച്ച് മനുഷ്യനെ അടിമപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഭയമാണ് മനുഷ്യനെ ഇതിലേക്ക് തള്ളിയിടുന്നത്. അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോകും, അത് ശരിയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന യെസബേൽ, ബിലയാം, ബാലാക്കിനെ ഉപദേശിച്ച ബിലയാം എന്ന് പറയുന്നത്, ബിലയാമാണ് എനിക്ക് ആലയം പണിത് തരണം, മന്ത്രവാദി, ആഭിചാരം ചെയ്തവൻ, അവന് യാഗപീഠം ഉണ്ടാക്കി കൊടുക്കാം അവൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് ബാലാക്ക് എന്ന് പറഞ്ഞ രാജാവിനെ ഉപദേശിച്ച് അവന് ബലിപീഠം ഉണ്ടാക്കി കൊടുത്തു ബിലയാം. അതാണ് ബാൽ ദേവന്മാർ എന്ന് പറയുന്നത്. ബാൽ ദൈവം എന്ന് പറയുന്നില്ലേ, ബാൽ ദേവന്മാർ. ആ ദേവന്മാരിൽ ഒരുത്തനാണ് ഇവൻ ബിലയാം. ഇത്
ഇത് രൂപപ്പെടുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് സംഖ്യാപുസ്തകത്തിൽ ഞാൻ ആ വാക്യം എടുത്ത് കാണിച്ചു തരാം. സംഖ്യാപുസ്തകം നിങ്ങളെടുത്ത് നോക്കുക, 22-ാമത്തെ അധ്യായം. സംഖ്യാപുസ്തകം 22 ലാസ്റ്റ് വാക്യം, 41-ാമത്തെ വാക്യം. അതിൽ നമുക്ക് കാണാൻ സാധിക്കും, പിറ്റേന്നാൾ ബാലാക്ക് ബിലെയാമിനെ ബാമോത്ത് ബാലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെയാണ് ബാമോത്ത് ബാൽ എന്ന് പറയുന്ന, ബാൽ ദേവന്മാർ എന്ന് പറയുന്ന ഒരു രൂപം കൊള്ളുന്നത്. ഈ സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ബാൽ ദേവന്മാർ. ബാൽ, ഇത് മോശയുടെ കാലം എന്ന് പറയുന്നത് യേശുക്രിസ്തു ജനിക്കുന്നതിനും 1400-500 വർഷത്തിന് മുമ്പുള്ള സംഭവമാണിത്. ഇന്ന് വരെയും ലാസ്റ്റ് വരെയും ഈ ബാൽദേവൻ എന്ന് വെച്ചാൽ ആ കുലത്തിൽ വരുന്നതെല്ലാം ബാൽദൈവങ്ങളാണ്. അതേ ഇതിൽ, അതായത് വിഗ്രഹങ്ങളെ ആരാധിച്ച് ആഭിചാരത്തിൽ, ഇന്ന് ഞാൻ പറയുന്നത് പോലെ ഈ ജപമാല എന്ന് പറയുന്നത് ആഭിചാരമാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ആഭിചാരമാണ്. ഇന്ന് സാത്താൻ ദൈവമക്കളുടെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും കയ്യിൽ ഈ ആഭിചാരത്തെ കൊടുത്തിരിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് ആഭിചാരമെന്ന് ഇവർ അറിയുന്നില്ല. ഇവർ ചെറിയവരും അറിയുന്നില്ല, വലിയവരും അറിയുന്നില്ല തങ്ങൾ ചെയ്യുന്നത് ആഭിചാരമാണെന്ന്. അതുകൊണ്ടാണ് ഈ ആഭിചാരം ചെയ്യുമ്പോൾ ദർശനങ്ങളെ വെളിച്ചപ്പാട് കാണിക്കുന്നത്. ഇവർ അറിയുന്നില്ല. അതുകൊണ്ട് ഈ അപകടത്തിലേക്ക് ആരും ചെന്ന് ചാടരുത്. ചാടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുക. എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ. വിക്കി സംസാരിക്കുന്ന അധരങ്ങളിൽ കൂടെ ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. ഇന്ന് എന്നിലൂടെ ദൈവം നിങ്ങളെ ഇത് കേൾപ്പിച്ചിരിക്കുന്നു. നാളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് പറയില്ല, കർത്താവേ ഞാനിത് അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ അതിന് നിയോഗിച്ചിരിക്കുന്നു, നിങ്ങളടുത്ത് അത് പറഞ്ഞു തരുവാൻ. ഞാനത് പറഞ്ഞു തന്നിരിക്കുന്നു. ഇത് കേട്ട എല്ലാവരും, അറിയുന്നവരെ, എൻ്റെ ബന്ധുക്കൾ ആരായിരുന്നാലും അവരുടെ ഇത് പറഞ്ഞു കൊടുക്കുക. ഇത് തെറ്റാണ്, ഇതാണ് ഇതിൻ്റെ സത്യം, ഇത് ആഭിചാരമാണ്, ഇത് ദൈവികമല്ല, ആഭിചാര പ്രവൃത്തിയാണെന്ന് വീണ്ടും പറയുകയാണ്. ഈ പുരോഹിതന്മാരെല്ലാം ആഭിചാര പുരോഹിതന്മാരാണ്. ഏലിയാവിൻ്റെ കാലത്ത് ബാൽ വിഗ്രഹത്തെ ആരാധിക്കുവാൻ നിർബന്ധിച്ച, വെളിച്ചപ്പാട് പറഞ്ഞ ആ ബാൽ വിഗ്രഹങ്ങളെ ആരാധിപ്പിച്ച അതേ പുരോഹിതന്മാരാണ് ഇന്ന് ഈ പുരോഹിതന്മാർ. ഇവർക്ക് വരാൻ പോകുന്ന ശിക്ഷ വലിയതാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നേ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇവർക്ക് ഭയങ്കര ശിക്ഷ വരാൻ പോകുന്നുണ്ട്. ഇവരെല്ലാവരും മാനസാന്തരപ്പെടുമെങ്കിൽ ദൈവം ചിലപ്പോൾ ഇവരെ രക്ഷിച്ചേക്കാം. കാരണം ദൈവം ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിൽ എത്രയും എനിക്കിഷ്ടമുള്ളതെന്ന് പല പ്രാവശ്യം തിരുവചനങ്ങളിൽ പറഞ്ഞ് തന്നിട്ടുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മാനസാന്തരപ്പെടണം. നീ ആഭിചാരം ചെയ്തിട്ടുണ്ടോ? മാനസാന്തരപ്പെടുക. ഇന്ന് വരെ ഞാൻ പറയുന്ന ഈ വാക്ക്, ഈ സുവിശേഷം കേൾക്കുന്ന ഏതെങ്കിലും ഒരു പുരോഹിതൻ കേൾക്കുന്നുവെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്ത് അങ്ങയോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുമെങ്കിൽ ജീവിക്കും, ഇല്ല എങ്കിൽ വരാൻ പോകുന്ന ദൈവകോപത്തിന്, ദൈവശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയമായി തീരും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് ആരോടും ഒറ്റയ്ക്ക് പറയാൻ ഉള്ള അവസരമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യേകം വെളിപ്പെടുത്തിയിരിക്കുന്നു, പുരോഹിതന്മാരെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് ആഭിചാരമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചു പോയവരെ ഓർത്തുകൊണ്ട് നിങ്ങൾ മന്ത്രിക്കുന്നത് ആഭിചാരമാണെന്ന് 100-1000 പ്രാവശ്യം വേണമെങ്കിൽ പറയാം. ആഭിചാരമാണ്. നിങ്ങൾ മാനസാന്തരപ്പെടുമെങ്കിൽ നിങ്ങൾ ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ ശിക്ഷയ്ക്ക് അടിമയായി പോകും. ജനങ്ങളെ സ്വതന്ത്രമായി വിടുക. ജനങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് അവരെ സ്വതന്ത്രമാക്കുക. ജനങ്ങൾ സാത്താൻ്റെ
പ്രവൃത്തിയിൽ അവർ അടിമപ്പെട്ടു പോയി കിടക്കുകയാണ്, ആഭിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ജനം അറിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ വാക്ക് കേൾക്കുന്ന, എൻ്റെ സുവിശേഷം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ഞാനല്ല ഇത് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇല്ലായെങ്കിൽ നിങ്ങൾ ആ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു ആൾ ദൈവങ്ങൾ എങ്ങനെ ഉണ്ടായെന്ന്. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇന്ന് ഇവിടെ തുടങ്ങി വെച്ചു. ബാൽ എന്ന് പറയുന്ന അതേ ഇത് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്. ബിലയാം, ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നവർ നിങ്ങളുടെ സഭയിലുണ്ട്, മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞത്. അതുപോലെ ജെസബേൽ. അതുകൊണ്ട് ബിലയാമല്ല ഇവിടെ വരുന്നത്. ഒരു വ്യക്തിയുടെ പേര് വിളിച്ചാൽ ആ ബിലയാമല്ല വരുന്നത്. ബിലയാമിൻ്റെ പേരിൽ പിശാച് വരും. മറിയെ വിളിച്ചാൽ മറിയയുടെ പേരിൽ പിശാച് വരും. അപ്പോസ്തലന്മാരെ വിളിച്ചാൽ അപ്പോസ്തലന്മാരുടെ പേരിൽ പിശാച് വരും. അല്ലാതെ അവർ വരില്ല. ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു ഭാഗം ഉണ്ട്. 1 സാമുവേൽ 28-ാമത്തെ അധ്യായത്തിൽ സൗൽ രാജാവ്, ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ആദ്യം അഭിഷേകം ചെയ്ത സൗൽ രാജാവ് പാപം ചെയ്ത് ദൈവത്താൽ തള്ളപ്പെട്ട് ദുഷ്ടാത്മാവ് അടിക്കടി പിടിച്ച് അവൻ അവസാനം ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ വെളിച്ചപ്പാടത്തീരെ അടുത്തുകൾ പോകുന്നു. നിങ്ങൾ എടുത്ത് വായിക്കുക. ബൈബിളിൽ വീട്ടിൽ ബൈബിൾ ഇരിക്കുമെങ്കിൽ ഇത് ബൈബിളൊന്ന് വായിക്കാത്തവർ എടുത്ത് വായിച്ചു നോക്കുക. വെളിച്ചപ്പാടാത്മാവിൻ്റെ അടുക്കൽ വെളിച്ചപ്പാടത്തീരെ അടുത്ത് പോവുകയാണ്. ഏതെങ്കിലും ഒരു വെളിച്ചപ്പാടത്തിയെ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് വെളിച്ചപ്പാടത്തീരെ അടുക്കൽ പോവുകയാണ്. 1 സാമുവേൽ 28-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. 28. അതിൽ നാം കാണും 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എനിക്കൊരു വേഷം മാറി വെളിച്ചപ്പാടത്തിൻ്റെ അടുത്തൽ പോയിട്ട് വേഷം മാറിയാണ് ആ വെളിച്ചപ്പാടത്തിൻ്റെ അടുത്ത് പോകുന്നത്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചവനാണ് ശൗൽ. ഒന്ന് ചിന്തിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ അല്പം അവിടെ അല്പം. ഒരിക്കലും നിങ്ങളെ മനസ്സ് കൊടുക്കരുത്. ഏകദൈവമായ കർത്താവിനെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ, ആരാധിക്കാവൂ. സൗൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അവൻ അവസാനം പോയത് വെളിച്ചപ്പാടത്തീരെ അവിടെ അവൻ പറയുകയാണ്, എനിക്ക് സാമുവേലിനെ ഒന്ന് വരുത്തി തരണമെന്ന്. ഒരു വെളിച്ചപ്പാടത്തി വിളിച്ചാൽ സാമുവേൽ വരുമോ? ഏതെങ്കിലും കുറച്ചെങ്കിലും ബുദ്ധി, എത്രയോ വലിയ പഠിപ്പുള്ളവരാണ് ലോകത്തിലുള്ളത്. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു വെളിച്ചപ്പാടത്തി വിളിച്ചാൽ നീതിമാനായ സാമുവേൽ പ്രവാചകൻ വരുമോ? അവൻ നിദ്രയിലാണ് സാമുവേൽ പ്രവാചകൻ. എന്നാൽ സാമുവേൽ പ്രവാചകൻ്റെ വേഷത്തിൽ സാത്താൻ അവിടെ വന്നു. വെളിച്ചപ്പാടത്തിയിൽ വന്നിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? ഇന്ന് നീ ചാവും, എൻ്റെ കൂടെ ചേരും. സൗൽ സ്വർഗത്തിലേക്ക് പോയെന്ന് ഒരു വേദപണ്ഡിതനും പറയുന്നുമില്ല, ബൈബിളും പറയുന്നില്ല. അവൻ്റെ മരണ അവസാനം ഭയങ്കരമായിരുന്നു. അവൻ പാപം ചെയ്ത് പാപിയായി തന്നെ മരിച്ചു. തിരുവചനത്തിൽ പറയുന്നു, ഇന്ന് മരിച്ച് എൻ്റെ കൂടെ ആവുമെന്ന് പറഞ്ഞു. അതായത് സാത്താൻ പറയാണ്, നീ മരിച്ച് എൻ്റെ കൂടെ തന്നെ വരുമെന്ന്. അവിടെ വന്നത് പിശാചാണ്. വെളിച്ചപ്പാട് ആത്മാവ് വരുത്തിയ സാമുവേലിൻ്റെ പേരിൽ വന്ന പിശാചാണ് അവിടെ വന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ ജപമാലയും പിടിച്ചുകൊണ്ട് മന്ത്രിക്കുമ്പോൾ നിങ്ങളെ ജപമാലയിൽ കുടികൊണ്ടിരിക്കുന്ന ആത്മാവ് പൈശാചിക വെളിച്ചപ്പാട് ആത്മാവാണ്. ഈ ആഭിചാര ആത്മാവ് നിങ്ങളെ അതിൽ കെണിയിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ വചനം കേൾക്കുക, അറിയാത്തവരോട് പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എൻ്റെ ഈ സുവിശേഷം ഇനി ഞാൻ തുടർന്ന് ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരും. ഈ വെളിച്ചപ്പാട് ആത്മാവ് എവിടെ നിന്ന് ഉരുവായി.
ഈ ഭൂതങ്ങൾ, ഈ ദുഷ്ടാത്മാക്കൾ എങ്ങനെ ഉരുവായി? ദൈവം ഉണ്ടാക്കിയതല്ല, ദൈവം സൃഷ്ടിച്ചതല്ല. ദൈവം ഉണ്ടാക്കിയത് ആ ദൂതൻ ലൂസിഫർ. അവനെ തള്ളിയിട്ടു, അവൻ സാത്താനായി തീർന്നു. എന്നാൽ ഈ ദുഷ്ടാത്മാക്കളും ഭൂതങ്ങളും ദൈവം ഉണ്ടാക്കിയതല്ല. നിങ്ങൾ ചിന്തിക്കായിരിക്കും അതെങ്ങനെയായിരിക്കുമെന്ന്. അതേ, അത് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തിരുവചനത്തിൽ കൂടെ തെളിയിച്ചു തരാം. ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയുകയാണ്, അറിയാത്തവരിലേക്ക് നിങ്ങൾ ഈ സുവിശേഷം എത്തിക്കുക. കേട്ടിട്ട് വിട്ടുകളയരുത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് സകല ജനവും വരണം. സാത്താൻ്റെ പിടിയിൽ നിന്ന് എല്ലാവരും വിടുവിക്കപ്പെടണം. സാത്താൻ വളരെ തന്ത്രമായി ജനങ്ങളെ വഞ്ചിക്കുകയാണ്. സഭകളെ വഞ്ചിച്ചു കഴിഞ്ഞു, ജനങ്ങളെയും വഞ്ചിച്ചു കഴിഞ്ഞു. അവൻ ആഗ്രഹിച്ചതുപോലെ ഇന്ന് ജനങ്ങളെ ആഭിചാരം ചെറിയവരെയും വലിയവരെയും ആഭിചാരം ചെയ്യുന്നതിൽ അഭ്യസിച്ചു കഴിഞ്ഞു. ജനം അറിയുന്നില്ല. എടുത്ത് മാലയെ മന്ത്രിച്ചുകൊണ്ട് നടക്കുകയാണ്. മന്ത്രിച്ചുകൊണ്ട് ആരെയാ വിളിച്ച് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്നും പറഞ്ഞുകൊണ്ട് മറിയം വരുമെന്ന് പറഞ്ഞു. ഇല്ല, ആ മറിയത്തിൻ്റെ പേരിൽ വരുന്നത് ജസബേലിൻ്റെ ആത്മാവാണ്. ആ ജസബേൽ എന്ന പേരിൽ ഉരുവായി വന്നിട്ടുള്ള ആത്മാവാണ് ഇവരിൽ കൂടെ പ്രവർത്തിക്കുന്ന ആ സ്ത്രീയിൽ കൂടെ വരുന്നത്. അതിനു മുമ്പേ ദേവന്മാരെന്ന് പറഞ്ഞ് രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആത്മാവാണ് ഈ സ്ത്രീ നാമത്തിൽ കൂടെ വരുന്നത്. അപ്പോസ്തലന്മാരുടെ പേര് വിളിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ ഇവരെയൊക്കെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ഈ ദുഷ്ടാത്മാക്കൾ വന്ന് ഇവരുടെ മുന്നിൽ നിന്നുകൊണ്ട് വേഷം കാണിക്കും. ഇവരെ അതിലേക്ക് കുടുക്കിയിട്ടിരിക്കുകയാണ്. മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല. മരിച്ചവർ വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചെങ്കിലും ദൈവത്തിൻ്റെ വചനം വായിക്കുക, മനസ്സിലാക്കുക. ഈ അന്ധവിശ്വാസത്തിന് വിടിവിക്കപ്പെട്ട് കർത്താവിനെ മാത്രം സേവിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാനിന്ന് ഈ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ അനുഗ്രഹിക്കട്ടെ, അല്ലാത്തവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ സുവിശേഷം അടുത്തവരിലേക്ക് കൂടുതലും എത്തിക്കുവാൻ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സുവിശേഷം ഇത്രയെങ്കിലും ചെയ്ത് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.